ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. നമ്മുടെ ഓഫുള്ള ദിവസങ്ങളിൽ എടുത്താണ്. ആദ്യം തന്നെ ഒരു അടുക്കിപ്പറക്കലൊക്കെ ആയിരുന്നു. ഈ ഒരു ബാംഗിൾ സ്റ്റാൻഡ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ല ചീപ്പായിട്ട് കിട്ടിയതാണ്. 100 എത്രയോ വിലയുള്ളായിരുന്നു. നിങ്ങൾക്കും കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം. നല്ല ക്വാളിറ്റിയുമാണ്, നല്ല യൂസ്ഫുള്ളുമാണ്. പിന്നീട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടെമുവിൽ നിന്ന് വാങ്ങിയ കുറേ മഷ്റൂംസൊക്കെ നമ്മൾ ഗാർഡനിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. സമ്മർ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളാറുണ്ട്. നമുക്കിവിടെ സാധാരണ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വെയിലൊക്കെ വരുമ്പം കൊള്ളാറുണ്ട് ഇങ്ങനെ. പിന്നെ നമ്മളിന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ബീട്രൂട്ട് വാങ്ങുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇലയോട് കൂടി കിട്ടാറുണ്ട്. ഈ ഇല നമുക്ക് തോരൻ വെക്കാൻ നല്ലതാണ്. പിന്നീട് ഈ ഒരു പച്ചക്കറി ഞങ്ങൾ വാങ്ങാറുള്ളതാണ്. നമ്മൾ ക്യാബേജ് തോരൻ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇത് തോരൻ വെക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്. ഉണക്കമീനും പിന്നെ നമ്മുടെ നാട്ടിലെ പുളിയൊക്കെ. ഇതൊരു ഇറാനി കടയാണ്. അതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ ഡേറ്റ്സും ഗൾഫിൽ കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പുതിയ കടയായതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അങ്ങനെ വില കുറവൊന്നുമില്ല. പിന്നെ പച്ച ഡേറ്റ്സ്, ലിച്ചി, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. നമ്മുടെ പരിപ്പ് വകകളും പിന്നെ അരി, ഒട്ടുമിക്ക സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഇവർക്കും നോൺ വെജിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ട്. ചിക്കന്, മീനും അതും നമുക്കിവിടെ കിട്ടാറുണ്ട്. പിന്നെ ഇവർക്ക് ഒരു ഡെസേർട്ട് കൗണ്ടർ തന്നെയുണ്ട്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഡെസേർട്ട് ഐറ്റംസ് എല്ലാം അവർ അവിടെ ബേക്കറി സെക്ഷനിൽ വിൽക്കാറുണ്ട്. നമ്മളിതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വാങ്ങിയില്ല. അത്യാവശ്യം നല്ല സ്വീറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഹണിയും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ വന്നത് ദുബായ് ചോക്ലേറ്റ് വാങ്ങാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ദുബായ് ചോക്ലേറ്റ് വാങ്ങിയ ഷോർട്സ് ഇട്ടപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ഇത് ഉസ്മാൻ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിയത്. ശരിക്കും നമുക്കിതിവിടെ ലിഡിലും കിട്ടാറുണ്ട്, പിന്നെ കോസ്കോയിലും കിട്ടും. പക്ഷെ വില കമ്പയർ ചെയ്യുമ്പം ഇവിടെയാണ് കുറച്ച് കുറവ്. കോസ്കോയിൽ കുറച്ചുകൂടെ വലിയ ബാറുമാണ്, നല്ല വിലയുമായിരുന്നു. ഇത് ഏകദേശം 4 പൗണ്ടിനടുത്തേ ആയിട്ടുള്ളായിരുന്നു ഈ ഒരു ചോക്ലേറ്റ് ബാറിന്. ഞാനിതിൻ്റെ സാധാരണ മിൽക്ക് ചോക്ലേറ്റും കുനാഫ പിസ്താഷ്യോ മിക്സുമായിട്ടുള്ള സാധാരണ ദുബായ് ചോക്ലേറ്റാണ് വാങ്ങിയത്. ഇതിൻ്റെ പല ടൈപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ്, പിന്നീട് പിസ്താഷ്യോയ്ക്ക് പകരം സ്ട്രോബെറി ചേർത്തിട്ടുള്ളത്, അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു ചർച്ചിൽ. അപ്പോൾ അതിന് പോകാനായിട്ട് നമ്മൾ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി നമ്മൾ വീഡിയോ ഒക്കെ എടുത്താണ്. ഈവനിങ് ആയിരുന്നു ഹൗസ് വാമിംഗ്. ഏകദേശം 7 മണിക്കായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് പോയാലും മതിയായിരുന്നു. നല്ലൊരു ഗെറ്റ് ടുഗദറൊക്കെ ആയിരുന്നു. അവിടുന്ന് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേ ലെസ്റ്ററിൽ പോകാനുണ്ടായിരുന്നു. നഴ്സസ് ഡേയുടെയും പിന്നെ നഴ്സസ് കോൺഫറൻസും ഉണ്ടായിരുന്നു. കേരള നഴ്സസിൻ്റെ കോൺഫറൻസാണ്. നമ്മൾ ഷെഫീൽഡിൽ നിന്ന് ട്രെയിനാണ് പോയത്. 8 മണിക്കായിരുന്നു കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ. നമ്മൾ 6:30യുടെ ട്രെയിനാണ് പോയത്. 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം 2-ലാണ് നമ്മളവിടെ വന്ന് നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ നാട്ടിൽ അത്ര വലിപ്പമുള്ള ട്രെയിനുകളല്ല. അകത്ത് വലിപ്പമുണ്ട്, പക്ഷേ നീളം പൊതുവെ കുറവായിരിക്കും. ഈ ഒരു ട്രെയിന് 3 കമ്പാർട്ട്മെൻറ്റേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ കറക്റ്റ് സമയത്ത് വന്നു. ഇവിടെ നമുക്കങ്ങനെ ട്രെയിൻ ഒരുപാട് ഡിലേ ആകാറില്ല. ട്രെയിനകത്തിരുന്ന് തന്നെ നമ്മൾ പപ്സും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മൾ ലെസ്റ്ററിലെത്തി. ലെസ്റ്ററിൽ ഇറങ്ങിയപ്പം എനിക്ക് ശരിക്കും നമ്മുടെ നാടിനോട് കുറച്ചും കൂടെ സാമ്യം ഉണ്ടെന്ന് തോന്നി. ഇവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ലെസ്റ്റർ. നമ്മൾ ചെന്നപ്പോൾ ദൂരെ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ പാക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സ്റ്റേജൊക്കെ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 1000 നേഴ്സുമാരാണ് ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ലെസ്റ്റർ ഹോസ്പിറ്റലിലെ നേഴ്സുമാർ വെൽക്കം ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ചീഫ് നഴ്സും നമ്മുടെ RCN എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നഴ്സസിൻ്റെ യൂണിയനാണ്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു യൂണിയനാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് ഇപ്പോൾ ഒരു മലയാളിയാണ്. അപ്പം ആ വ്യക്തി ഉണ്ടായിരുന്നു, ബിജോയ് എന്ന് പറഞ്ഞാൽ ബിജോയ് സെബാസ്റ്റ്യൻ. പിന്നെ നമ്മുടെ NMC ആണ് നമ്മുടെ കൗൺസിൽ. നമ്മുടെ കേരള നഴ്സിംഗ് കൗൺസിൽ പോലെ ഇവിടെ നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലുണ്ട് UK-യുടെ. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് MP മലയാളി നേഴ്സ് MP, പിന്നെ ലെസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ ചീഫ് നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കരിയർ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്റ്റെം സെൽസിൻ്റെ ഡൊണേഷൻ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ പോർട്ട്ഫോളിയോസൊക്കെ ചെക്ക് ചെയ്തു. കരിയർ സ്റ്റേഷൻസും എല്ലാ സെഷൻസും നല്ലതായിരുന്നു. നമുക്ക് ഫുൾ സെഷൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. പക്ഷേ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
പിന്നീട് നമുക്ക് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഡാൻസ്. ഇവരുടെ ഡാൻസും പിന്നെ ഓരോ ഹോസ്പിറ്റലിൻ്റെയും ഡാൻസുകളുണ്ടായിരുന്നു. അതെല്ലാം നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഡാൻസ് ഉണ്ടായിരുന്നു, രാമദേവൻ്റെയും ഒക്കെ അടിപൊളിയായിരുന്നു. അതും കൂടുതലും നേഴ്സസ് എല്ലാ നേഴ്സസാണ് കൂടുതലും ഈ കലാക്ഷേത്ര പോലുള്ള ഡാൻസ് കോളേജിൽ പഠിക്കുന്ന നേഴ്സുമാരായിരുന്നു. പിന്നെ അല്ലാത്തവരും ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. അതിന് DJ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലെസ്റ്ററിലാണ് കോൺഫറൻസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഷോപ്പിങ്ങിനായിട്ട് പോയത്. നമ്മൾ പ്രജാപതി ഹാളിലായിരുന്നു ഈ ഒരു കോൺഫറൻസ് നടന്നത്. അവിടുന്ന് വോക്കബിൾ ഡിസ്റ്റൻസുകളിലായിരുന്നു. അവിടെ കുറേ ഷോപ്പിംഗ് പ്ലേസുകളുണ്ട്. നമ്മൾ മെയിനായിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിനാണ് പോയത്. ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികളൊക്കെ അവിടെ കിട്ടും. ഫ്രൂട്ട്സ് പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം ഞാനിതിന് മുമ്പ് ഈ കടയിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആദ്യമായിട്ടായിരുന്നു ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു, ട്രോളിയിലിട്ട് നമ്മൾ വാങ്ങി. ശരിക്കും നല്ല വിലയും വ്യത്യാസമുണ്ട്, നല്ല വിലക്കുറവാണ്. അതിനേക്കാൾ ഉപരി പല സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരുന്നു. പെപ്സിഡൻ്റ് പേസ്റ്റ് ഇതൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. അതുപോലെ തന്നെ ഈ പിസ്താഷ്യോയുടെ ഒരു ഫ്ലേവറുള്ള എസെൻസ് ഞാൻ കുറേ ഷെഫീൽഡിൽ നോക്കിയതാണ്, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 ബാഗുകളും ഉണ്ടായിരുന്നു ശരിക്കും സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം. അതെല്ലാം എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടാക്സിക്കാണ് പോയത്. നമ്മളുടെ ട്രെയിൻ 8 മണിക്കായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇരുട്ടാകുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഒരു 9:30 ആയാലും നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രിയിൽ വീട്ടിലെത്തിയായിരുന്നു. നമ്മൾ ഡ്യൂട്ടിക്ക് പോയാലും പുറത്തെവിടെ പോയാലും നമ്മുടെ കുട്ടികൾ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ എന്താണ് സ്പെഷ്യൽ കൊണ്ടുവരുന്നതെന്ന് കരുതിയാണ്. അതുകൊണ്ട് ഞാൻ അവർക്കും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ അവരിതെല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെജിറ്റബിൾസ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അഴുക്കാകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ വാഷ് ചെയ്യണം. ഞാൻ സാധാരണ ഇതുപോലെ ഉപ്പിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാറ്. ഗ്രേപ്സൊക്കെ അതുപോലെ തന്നെ പച്ചക്കറികളും അതിനുശേഷം അത് തോർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് പച്ചക്കറികൾ വരുമ്പോൾ നമ്മളിത് ഫ്രീസ് ചെയ്യാറുണ്ട്. കാരണം ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെക്കും. ഇന്ന് മോൾക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ പൊടിയരിക്കഞ്ഞിയൊക്കെയാണ് വെച്ചത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതാകുമ്പോൾ നമ്മുടെ പ്ലാനുകളൊക്കെ മാറുമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ പാരസിറ്റമോളൊക്കെ കഴിച്ച് പനിയൊക്കെ ഒന്ന് കുറഞ്ഞ ടൈമിലാണ് ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്തത്. വളരെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പച്ചക്കറിയാണ് കോവയ്ക്ക. അത് ആദ്യം തന്നെ ഞാൻ മെഴുക്ക് പുരട്ടാനായിട്ട് എടുത്തു. ഒരുപാടുണ്ടായിരുന്നു. ബാക്കി ഇതുപോലെ അരിഞ്ഞ് നമ്മൾ ഫ്രീസ് ചെയ്തു. കുറച്ച് നമ്മൾ മെഴുക്ക് പുരട്ടിയും വെച്ചു. ഞാനതിനകത്ത് മുളക് ചേർത്തിട്ടില്ല, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ നേരത്തെ ഷോർട്സിലും നമ്മൾ വ്ളോഗിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊന്നും ഇതിന് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചു. പിന്നീട് ഞാൻ വിചാരിച്ചു മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മത്തങ്ങയും വൻപയറും കൂടെ എരിശ്ശേരി വെക്കാമെന്ന് കരുതി. അത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ കുറേയൊക്കെ പച്ചക്കറികൾ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെക്കുന്നുണ്ട്, ക്ലീൻ ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ള എളുപ്പത്തിന്. കാരണം നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മുടെ ഒരു ഡ്യൂട്ടി പാറ്റേൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിത് അഴുക്കുമായി പോവും. ഇത് നമ്മൾ ഉടച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വൻപയറും മത്തങ്ങയും എപ്പോഴും ഒരുമിച്ചിട്ടുമാണ് വേവിക്കാറ്. അതുകൊണ്ട് തന്നെ വൻപയറിന് മത്തങ്ങയെക്കാളും കുറച്ചുകൂടി വേവുന്ന ടൈം ഉള്ളത് കൊണ്ട് ഞാൻ മത്തങ്ങ അങ്ങനെ ചെറുതാക്കാറില്ല. ലാസ്റ്റ് എന്തുമായാലും ഇതെല്ലാം ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പല ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മുറിച്ച് അതിനകത്ത് ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. ആ ഒരു സമയത്ത് നമ്മൾ അരപ്പും കൂടി റെഡിയാക്കുന്നുണ്ട്. എൻ്റെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പും റെഡിയാക്കിയിട്ടുണ്ട്. ഈ മത്തങ്ങ വൻപയർ എരിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് മോളുടെ കഞ്ഞി കൊടുക്കലായിരുന്നു. ശരിക്കും അവൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിരുന്നു കഴിക്കാനൊക്കെ. കുറച്ചൊരു സ്പൂൺ കഴിക്കാൻ തന്നെ 1 മണിക്കൂറോളം എടുത്തു. പിന്നെ നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടി ഇതുപോലെ തേങ്ങ ഒന്ന് വറുത്ത് ചേർക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ. എരിശ്ശേരി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് പപ്പടം കൂടി വറുക്കാമെന്ന്.
ഞാനിവിടെ ഉപയോഗിച്ച എണ്ണ എനിക്ക് റീയൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ ഇങ്ങനെ പപ്പടം മുറിച്ചിട്ടാണ് പലപ്പോഴും വറക്കുന്നത്. പലപ്പോഴും അല്ല, ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ മുഴുവനായിട്ട് എണ്ണയിട്ട് ഫുള്ളായിട്ട് വറുത്തെടുക്കാറുള്ളൂ. അല്ലാതെ വീട്ടിലേക്ക് എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിലാണ് എടുക്കുന്നത്. കാരണം എനിക്ക് എണ്ണ റീയൂസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പം വേസ്റ്റ് ആക്കേണ്ടെന്ന് കരുതിയാണ് നമ്മളിങ്ങനെ മുറിച്ചിട്ട് പപ്പടം പൊള്ളിച്ചെടുക്കുന്നത്. സാധാരണയായിട്ട് ഞാൻ വീക്കെൻഡിൽ എന്തെങ്കിലും കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും വെള്ളിയാഴ്ച ഈവനിങ് അല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് വീക്കെൻഡ് കഴിക്കാൻ കേക്ക്, ഉണ്ണിയപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. ഈ പ്രാവശ്യം കുഞ്ഞിന് വയ്യാഞ്ഞുകൊണ്ട് എനിക്ക് ശരിക്കും ഒന്നിനും ടൈം കിട്ടുന്നില്ലായിരുന്നു. കാരണം അവൾ തോളയിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ റെഡിമെയ്ഡ് ഗുലാബ് ജാമാണ് ഉണ്ടാക്കി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് ബോളാക്കിയിട്ട് വറുത്തെടുത്താൽ മതിയാവും. പിന്നെ ഷുഗർ പാനിയിലിട്ട് എടുക്കണം. സാധാരണ ബ്രെഡ് കൊണ്ട് ഞാനിത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതിന്ന് ഞാൻ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാനിന്ന് പാസ്തയാണ് ഡിന്നറിനായിട്ട് എടുത്തത്. ആദ്യം തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം പാസ്ത വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാസ്തയ്ക്ക് 10 മിനിറ്റ് ആയിരുന്നു വേവ്. അങ്ങനെ 10 മിനിറ്റോളം എടുത്തത് വേവിച്ചെടുത്തു. പിന്നീട് ഞങ്ങളിത് ടൂണ പാസ്തയാണ് ഉണ്ടാക്കാനിരുന്നത്. അത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് എരിയില്ലാത്ത പാസ്ത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം 2 വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല, കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് മെൽറ്റായി ഈ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലെയിൻ ഫ്ലോർ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കട്ടിയൊന്നും പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ സാധാരണ പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തീ എപ്പോഴും ചെറിയ തീയിലാണ് ഇടേണ്ടത്, തീ കൂടി പോകരുത്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് മാറും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിലേക്ക് ചീസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പിടാവുള്ളൂ. ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇടരുത്. ഇത് അഡൽട്ടിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ഇട്ടില്ല. ഇനി നമ്മുടെ ഈ ഗ്രേവി തിക്കായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മളിതുപോലെ ചെറിയ തീയിൽ വെച്ച് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഈ കട്ടകളെല്ലാം പ്രത്യേകം ഉടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പാസ്തയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു കൺസിസ്റ്റൻസി കാണത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ കട്ടയെല്ലാം നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചീസും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് മിക്സ് ചെയ്യണം. എപ്പോഴും ഈ ചീസ് ചേർക്കുന്ന പാസ്തകൾ നമ്മൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ടി ടൂണ പാസ്തയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു റെസിപ്പി നേരത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. നമ്മൾ ഒലിവ് ഓയിലിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. ഒരു സവാളയും കൂടി ഇട്ട് ഉപ്പ് ചേർത്ത് നല്ലതായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി പിന്നീട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ടിൻഡ് ടൂണയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് നമ്മുടെ ചോപ്ഡ് ടൊമാറ്റോ ആണ്. ഒരു ക്യാനിൻ്റെ 1/4 ക്യാനാണ് ഉപയോഗിച്ചത്. ചോപ്ഡ് ടൊമാറ്റോയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ചേർത്തിലേക്ക് മിക്സ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാനിൻ്റെ ടൊമാറ്റോ ഇല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു ക്യാൻഡ് ടൊമാറ്റോ ആയതുകൊണ്ട് ഞാനിതിലേക്ക് കെച്ചപ്പ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എൻ്റെ പാൻ കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് ഞാനിതിനെ നമ്മൾ പാസ്ത വേവിച്ച് ആ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് ഇളക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എരി വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേസിൽ ലീഫാണ്. അതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കറിക്കൊക്കെ കറിവേപ്പില ഇടുന്ന കൂട്ട് ഈ ഇറ്റാലിയൻ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫ്രഷ് ബേസിൽ ലീഫ് ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ ഒരു റെസിപ്പിക്ക്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് ബേസിൽ ലീഫും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീക്കെൻഡ് വ്ളോഗ്. ഇത് ഒരു ദിവസത്തെ അല്ല, ഞാൻ 2 ദിവസത്തെ മിക്സ് ചെയ്തിട്ടതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.